കിരൺ റാവുവിന്റെ ലപ്പാത്ത ലേഡീസ് ആണല്ലോ ഇക്കുറി ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. ഇതുകൂടാതെ മറ്റൊരു ഇന്ത്യൻ ചിത്രം കൂടി ഇത്തവണ വിദേശ ഭാഷാ വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായ സന്തോഷ്. ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ സന്ധ്യ സൂരി സംവിധാനം ചെയ്ത പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായ സന്തോഷിലെ പ്രധാന ഭാഷ ഹിന്ദിയാണ്. പോലീസ് കോൺസ്റ്റബിളായ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് വീട്ടമ്മയായ യുവതിക്ക് ആ ജോലി ലഭിക്കുന്നതും ഒരു പെൺകുട്ടിയുടെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ജാതിയവും സാംസ്കാരികവുമായ വേർതിരിവുകളും അസഹിഷ്ണുതയും ആത്മസംഘർഷവുമൊക്കെ ചിത്രത്തിൽ നിറയുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശമോ പ്രചോദനമോ നൽകുന്ന സിനിമകൾ തന്റെ സ്വപ്നമല്ലെന്നാണ് സംവിധായകയായ സന്ധ്യ സൂരി പറയുന്നത്. ജാതിമത വേർതിരിവുകളും അസഹിഷ്ണുതയും ഒക്കെ സർവ്വസാധാരണമായി നിലനിൽക്കുന്ന ഉത്തർപ്രദേശ് പോലൊരു നാട്ടിലേക്ക് തിരിച്ചുവെച്ച കണ്ണാടി മാത്രമാണ് സന്തോഷ്. ഈ സാഹചര്യങ്ങളെ വിധവയായ സ്ത്രീ കൈകാര്യം ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കിക്കാണുക മാത്രമേ ചിത്രം ചെയ്യുന്നുള്ളൂവെന്ന് സംവിധായക പറയുന്നു. ഷഹാന ഗോസ്വാമിയും സുനിത രാജ്വാറും പ്രധാന വേഷത്തിലെത്തുന്ന സന്തോഷ് 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനും ഇടം നേടിയിരുന്നു. രാജ്യത്തുടനീളം റിലീസ് ചെയ്യപ്പെട്ടതുകൂടി പരിഗണിച്ചാണ് ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് എന്ന ബാഫ്റ്റ ചിത്രം ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുത്തത്. വിവിധ ചലച്ചിത്രമേളകളിലെ പ്രദർശനത്തിന് ശേഷം ചിത്രം ഇന്ത്യയിലും റിലീസ് ചെയ്യും. കാനിൽ ചരിത്ര നേട്ടം കുറിച്ചിട്ടും ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓസ്കർ പട്ടികയിൽ ഇടം നേടാത്തതിന്റെ നിരാശയുണ്ടെങ്കിലും ലപ്പാത്ത ലേഡീസോ സന്തോഷോ ലോസ് ആഞ്ചൽസിന്റെ ഡോൾബി തിയേറ്ററിൽ ഇന്ത്യയുടെ യശസ്സുയർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.